ഇത് കമാൻഡ് ബാറ്റൺ എന്ന് പറയും. പഴയ ബ്രിട്ടീഷേഴ്സ് ടൈമിൽ ചെങ്കോൽ എന്ന് പറയില്ലേ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചെങ്കോൽ, ഇതിൻ്റെ പേരാണ് സിൽവർ സാൽവർ. ഇത് ഒരു ആർമി ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ചൊരു മെസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും തരുന്നതാണ്. ഇത് സിൽവറിൽ എല്ലാവരുടെയും സിഗ്നേച്ചറുണ്ട്. ഇത് സിൽവർ പീസാണിത്, മുഴുവൻ വെള്ളിയാണിത്. ഇതിലെല്ലാവരുടെയും ആ സമയത്ത് സെർവ് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സിൻ്റെയും സിഗ്നേച്ചേഴ്സ് ഉണ്ട്. ഇത് സിംബലൈസ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡിയെ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുക, ആ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പം ഞങ്ങളും അവിടുത്തെ ഒരു ഫാമിലിയിലെ പാർട്ടായിട്ട് ചെല്ലുകയാണെന്നുള്ളതാണ്. അത് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. ഇത് വളരെ സെൻറ്റിമെൻ്റൽ പീസാണ്. ഏത് ആർമി ഓഫീസറിൻ്റെ വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ഇത് കാണാൻ വെക്കും. സിൽവർ സാൽവർ ബെൽ എന്ന് പറയും, ഒരു സ്വിസ് ബെല്ലാണിത്. ഇത് ഞങ്ങളുടെ എംബ്ലമാണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ. സ്പോർട്സ് ആർമിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നേവി, ഈ ആങ്കർ ഇത് നേവിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഈഗിൾ എയർഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ട്രൈ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, 3 സർവീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ മെയിൻ അക്കാഡമിക് ബ്ലോക്കാണ്. ഇതിനെ സുഡാൻ ബ്ലോക്ക് എന്ന് പറയുന്നു. കാരണം അന്ന് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൽ സുഡാനിൽ ഫൈറ്റ് ചെയ്ത ഇതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് സുഡാൻ ഗവൺമെൻറ് നമുക്ക് ഫിനാൻഷ്യൽ എയ്ഡ് തന്നു ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ മെയിൻ ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാരണം അന്ന് മുതലേ ഇതിന് സുഡാൻ ബ്ലോക്ക് എന്നാണ്. ഇത് കമാൻഡ് ബാറ്റൺ എന്ന് പറയും. പഴയ ബ്രിട്ടീഷേഴ്സ് ടൈമിൽ ചെങ്കോൽ എന്ന് പറയില്ലേ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചെങ്കോൽ. അപ്പോൾ അവർ എല്ലാ ഒഫീഷ്യൽ ഫങ്ഷൻസിന് പോകുമ്പോഴും ആ ചെങ്കോൽ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ലെഗസിയാണ്. ഞങ്ങൾ കമാൻഡിങ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ ഒരു ബാറ്റൺ ഉണ്ടാവും. അതിന് ചെങ്കോൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ബാറ്റൺ അത് ഒരു അതോറിറ്റിയെയും ഒരു റെസ്പോൺസിബിലിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതോറിറ്റി മാത്രമല്ല, അത് പിടിക്കുന്ന ആൾക്ക് അതോറിറ്റി ഉണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതലും അധികാരത്തിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ്, ചുമതലയുണ്ട്. അദ്ദേഹം കമാൻഡ് ചെയ്യുന്ന അത്രയും ട്രൂപ്സിൻ്റെ ഫാമിലീസിനോടും അവരുടെ കുടുംബങ്ങളോടും അവരുടെ കുട്ടികളോടും ഭാര്യമാരോടും അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെയുള്ളൊരു വലിയൊരു ബാധ്യതയുണ്ട്. കാരണം അവർക്ക് എന്ത് പറ്റുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കമാൻഡിങ് ഓഫീസറിനാണ്. അപ്പോൾ ഈ ബാറ്റൺ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏത് സമയത്തും അദ്ദേഹം അതും കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ചുമതലാബോധം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാറ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒത്തിരി ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ ടീനേജ് ഇയേഴ്സ് മുഴുവൻ ഈ കാറിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാറ് കൊടുത്തിട്ട് വേറൊരു പുതിയ കാറ് വാങ്ങിക്കണ്ടേന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് കൊടുക്കാനായിട്ട് മനസ്സ് തോന്നുന്നില്ല. അതിനോടുള്ള ഒരു ഡീപ്പ് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളിത് വച്ചിരിക്കുക. അതിന്നും പുതിയതുപോലെയാണ് ഓടുന്നത്. ഇപ്പോഴും ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് എല്ലാം ഈ കാറിലാണ് പോകുന്നത്. ഇത് മാറാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. പുതിയ മോഡൽസൊക്കെ വന്നിട്ടുണ്ട്, ഇതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനോടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അത് മാറാനായിട്ട് മനസ്സേ സമ്മതിക്കുന്നില്ല.